8ാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് ഹാൻഡ്ബോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പം ഫുട്ബോളിനും ഓരോ ഗെയിംസിനും ഓരോ കോർട്സ് വരെയാണ്. ഒരു കാലത്ത് നമ്മളിതൊക്കെ ഒരു സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. സ്വിമ്മിംഗ് പൂളൊക്കെ സ്കൂളിൽ വരിക. ഈ പറഞ്ഞ 8ാം ക്ലാസ്സിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 9ാം ക്ലാസ്സിൽ മെയിനായിട്ട് ഇറങ്ങുന്നത് ഒരു ഇൻ്റർ സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു. 8-9 ഗെയിംസ് തന്നെ നീ പറഞ്ഞല്ല, എല്ലാ ടീമിനും ഉണ്ട് സ്കൂൾ ടീമിൽ. ഒരാൾ തന്നെ 9 ഗെയിം കളിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാത്ത ഗെയിംസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസുകൾ കളിക്കുന്നുണ്ട്. കുറേ ഫ്രണ്ട്ഷിപ്പ്, കുറേ കണക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് കിട്ടും. നിങ്ങളെ ആ ഫസ്റ്റ് അടിച്ചതിൻ്റെ മോട്ടിവേഷൻ നമുക്ക് പിന്നെ വന്ന് ഇൻ്റർ സ്കൂളിൽ കളിക്കാനും നല്ലപോലെ പെർഫോം ചെയ്യാനും പറ്റി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരായിട്ട് നമ്മൾ 1-24 എന്തോ ആണ് തോക്കുന്നത്. ആ ഒരു സ്പിരിറ്റായിരുന്നു നമുക്ക് മെയിനായിട്ട് ആ കളിയിലുണ്ടായിരുന്നത്. ആ സ്പിരിറ്റ് കാരണം നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റി. എൻ്റെ പേര് വിദ്യാസാഗർ. ഞാൻ +2 സ്റ്റുഡൻ്റാണ്. ബയോമാക്സ് ആണ് സ്ട്രീം. ഞാൻ ഹാൻഡ്ബോൾ പ്ലെയർ, ത്രോ ബോൾ, പിന്നെ സോഫ്റ്റ് ബോൾ, ബേസ്ബോൾ കളിയും. പിന്നെ ഇപ്പോൾ ക്രിക്കറ്റ് സൗത്ത് സോൺ നാഷണൽസൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ പേര് നിഖിൽ. 2022 ചിന്മയ നിരമോട് പാസ് ഔട്ടാണ്. അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യത്തോടെ SCT കോളേജ് പാപ്പനംകോട് കീം എഴുതി കയറി. അതിനുശേഷം ഇപ്പോൾ 4ാമത്തെ വർഷം പഠിക്കുന്നു, 7ാമത്തെ സെമ്മാണ്. അപ്പം എനിക്ക് 8ാം ക്ലാസ്സിലാണ് എൻ്റെ സ്പോർട്സ് കരിയർ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. 8ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് 7ാം ക്ലാസ്സിലാണ് നമ്മുടെ സ്കൂളിൽ അരുൺ സാർ വരുന്നത്, PT സാറായിട്ട്. അപ്പം 8ാം ക്ലാസ്സിൽ സാറിനൊരു ഹാൻഡ്ബോൾ ടീം ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ചിന്മയതിയിലെ നിലമുകളിൽ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ സാറായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തൊരു ഹാൻഡ്ബോൾ ടീം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വന്നു. അപ്പം നമ്മളെല്ലാവരും, ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ 8ാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് ഹാൻഡ്ബോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ടൂർണമെൻറ്റിനൊക്കെ ആ ടൈം ഇറങ്ങത്തില്ലായിരുന്നു. ഒരു 9th തൊട്ടാണ് ടൂർണമെൻറ്റിന്. ഏകദേശം ഒരു വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് 9ാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് ടൂർണമെൻറ്റിനൊക്കെ ഇറങ്ങി തുടങ്ങുന്നത്. പിന്നെ അതിന് ശേഷം 9 ആയപ്പോഴത്തേക്കും സാറൊരു പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ത്രോ ബോൾ പഠിപ്പിച്ച് തുടങ്ങി നമ്മളെ. അപ്പം ഓൾമോസ്റ്റ് അതിനുശേഷം ഇവിടെ സ്കൂൾ ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ മൊത്തം 3 ഗെയിംസിൽ സ്കൂൾ ടീമിലുണ്ടായിരുന്നു. പിന്നെ ആ ഒരു 3 വർഷം അങ്ങനെയാണ് എൻ്റെ ഒരു സ്പോർട്സ് കരിയറിൻ്റെ തുടക്കം. എൻ്റേത് 5th തുടങ്ങിയത്. ഹാൻഡ്ബോളാണ് തുടങ്ങിയത്. ഹാൻഡ്ബോൾ ഇപ്പോൾ 3 സ്റ്റേറ്റ് പോയി. പിന്നെ ത്രോ ബോളുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ബേസ്ബോളും സോഫ്റ്റ് ബോളും പോകുന്നു. ക്രിക്കറ്റിൽ ഒരു സൗത്ത് സോൺ പോയി. പിന്നെ ഇപ്പോൾ പുതിയ ഗെയിം ഒക്കെ വന്നു സ്കൂളിൽ. മൊത്തം ഇപ്പം വീണ്ടും കൂടുതൽ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മിനി ഗോൾഫും ഫ്ലാഗ് ഫുട്ബോളും വന്നു. അപ്പോൾ മൊത്തം എത്ര ഗെയിംസ് ആയി? ഇപ്പോൾ ഒരു 7 ഗെയിംസ്. 7 ഗെയിംസ് മൊത്തം. ഓക്കെ. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു, നമ്മൾ ടീം പൊയ്ക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 3-4 ഗെയിംസിനെ മാത്രം മാക്സിമം ഇവിടുന്ന് ടീം പൊയ്ക്കൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഗെയിംസിനും ഫുട്ബോൾ ടീമൊക്കെ ഇവിടെ ഉണ്ട്. ഫുട്ബോൾ ടീമുണ്ട്. ഓക്കെ. പിന്നെ എല്ലാത്തിനും പോകുന്നു. പ്രൈസും ഉണ്ട്. ഓക്കെ. പിന്നെ അങ്ങനെ സ്കൂളിലുള്ള എല്ലാവർക്കും മിക്ക സ്റ്റുഡൻസും കളിക്കാറുണ്ട്. ഓക്കെ. നീ ഇപ്പോൾ ഏതിനൊക്കെയാണ് സ്റ്റേറ്റ് കളിച്ചത്? ഞാനിപ്പോൾ ഹാൻഡ്ബോളിനും ത്രോ ബോളിനും ക്രിക്കറ്റിനും ഫ്ലാഗ് ഫുട്ബോളും മൊത്തം 4 സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. ഫ്ലാഗ് ഫുട്ബോളിൽ ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് ആയിരുന്നു ഈ വർഷം. കഴിഞ്ഞ വർഷം സെക്കൻഡ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഡിസ്ട്രിക്ട് ടീം ക്യാപ്റ്റൻ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? ഫസ്റ്റത്തിൽ ക്യാപ്റ്റൻ ആയിരുന്നു. ഓക്കെ. സെക്കൻഡത്തിൽ പിന്നെ ത്രോ ബോൾ ഡിസ്ട്രിക്റ്റ് 3 കളിച്ചു. പിന്നെ ഹാൻഡ്ബോൾ. ഓക്കെ. ഞാനും ഇവിടെ സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടും സാറ് സെലക്ഷനൊക്കെ ഇറങ്ങാൻ പറയുമായിരുന്നു. കാരണം ആ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. എന്നാലും സാറ് നമ്മുടെ ആ ഒരു ടച്ച് വിടാതെ സാറ് സെലക്ഷനൊക്കെ ഇറങ്ങാൻ പറയുമായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ആ ഗെയിം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സ്കൂളിൽ നിന്ന് ഇറങ്ങി കോളേജിലോട്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാത്തൊരു സാഹചര്യമാണ് മിക്കയിടത്തും ഉള്ളത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് പാടാണ്. സ്പോർട്സ് എന്നുള്ള രീതിയിൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോഴും സാറ് സെലക്ഷൻ ഇറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഈ പറയുന്ന കണക്ക് സ്കൂൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാനൊരു സ്റ്റേറ്റും ഒരു നാഷണൽസും കൂടെ ഹാൻഡ്ബോളിൽ കളിക്കുകയും പിന്നെ ത്രോ ബോളിൽ ഒരു സ്റ്റേറ്റും വീണ്ടും കളിച്ചു. സ്കൂൾ ഇറങ്ങിയതിന് ശേഷമാണ് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ കോളേജിൽ ഒരു ഹാൻഡ്ബോൾ ടീം ബിൽഡ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്.
അവിടെ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടുമില്ലാത്തൊരു കോളേജാണ്. ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു കോളേജിൽ ഒരു ഹാൻഡ്ബോൾ ടീം കൊണ്ടുവരിക എന്നുള്ളത് ഒരു പാടുള്ള കാര്യമായിരുന്നു. അപ്പം സ്കൂളിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറ് വന്നതിന് ശേഷമാണ് ഈ ഒരു ചിന്മയതിൽ നരമുകളിൽ സ്പോർട്സ് കൾച്ചർ വരുന്നത്. അതിനുശേഷം സാറിന് പല ടീമുകളും ഉണ്ടാക്കണം, ഇവിടുന്ന് ലൈക്ക് ടീമുകളെ കൊണ്ടുപോകണം, പിള്ളേർക്ക് നാഷണൽ സെലക്ഷൻ വാങ്ങിക്കണം, ഓരോ സ്റ്റേറ്റ് കളിക്കണം എന്നുള്ളൊരു സാറിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മളിലോട്ടും പകർന്നു. ഇപ്പോഴും ആ ഇൻട്രസ്റ്റ് സാറിനുണ്ട്. കുറേ ടീംസ് ഇറക്കാനും പറ്റുന്നുണ്ട്. അത് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഏകദേശം ഒരു സാറ് 3-4 ഗെയിംസ് അപ്പോൾ പരിമിതി ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ഗെയിംസ് കളിക്കുന്നതിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡെവലപ്പായി. ഇപ്പം കൂടുതൽ ഗെയിംസ് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7-8 ഗെയിംസ് തന്നെ. അതിന് എല്ലാത്തിനും പ്രൈസ് കിട്ടുന്നുണ്ട്. സാർ കൊണ്ടുവന്ന എല്ലാ ടീമും പ്രൈസ് അടിക്കുന്നുണ്ട്. കാരണം അതുപോലെയല്ല സാറ് ഫിറ്റ്നസ്സിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാനും ഈ ഫിറ്റ്നസ് ഈ ലൈഫിൽ ഫിറ്റ്നസ്സും അതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരണം എന്നുള്ളത് സാറിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. കാരണം 7ാം ക്ലാസ് വരെ ലൈക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ വളരെ കുറവായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം സാർ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു തരികയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറ് ഫുൾ സപ്പോർട്ടോടെ ചെയ്തു തന്നുകൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അത് ഞാൻ ഇപ്പോഴും ഈ എഞ്ചിനീയറിംഗ് ലൈഫിലും അത് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ഫിറ്റ്നസ്സിൻ്റെ കാര്യം ഇപ്പോൾ എഞ്ചിനീയറിംഗ് ലൈഫല്ല, ഇനിയിപ്പോൾ മുന്നോട്ട് ഭാവി ജീവിതത്തിലായിരുന്നാലും ഈ ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ സ്പോർട്സിലെ കാര്യങ്ങൾക്കും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നുണ്ട്. പിന്നെ സാറ് നല്ലപോലെ കളിക്കുന്ന സാറും കുറേ നാഷണൽസൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് മിക്ക ഗെയിംസും പറഞ്ഞുതരാൻ ഈസി ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും. നമ്മൾ ടീം കൊണ്ടുപോയാലും നല്ല സപ്പോർട്ടാണ്. നല്ല കോച്ചാണ് സാർ. നമ്മൾ 8ാം ക്ലാസ്സിൽ സ്പോർട്സ് തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഗ്രൗണ്ടിൻ്റെ പല പരിമിതികളും ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഒരു ഗ്രൗണ്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓരോ ഗെയിമിനും ഓരോ ഗ്രൗണ്ടായിട്ട്, ഇപ്പോൾ സ്വിമ്മിംഗ് പൂളായിരുന്നാലും ഹാൻഡ്ബോൾ കോർട്ടായിരുന്നാലും ഫുട്ബോൾ ടർഫായിരുന്നാലും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു ഗ്രൗണ്ടിലും, അതും ആ ഗ്രൗണ്ടുകൾക്ക് പല പരിമിതികളുണ്ടായിരുന്നു. അങ്ങനെ ചരലൊക്കെ ഉള്ള ഗ്രൗണ്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പം അതേപോലെയല്ല. ഇപ്പം നമ്മൾ അതിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ വരണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്കുമാണ് അത് വരുന്നത്. നമുക്ക് അത് എന്നാ പറയുക, മിസ് ചെയ്തു എന്ന് തന്നെ പറയാം. നമുക്കിനി ഇപ്പം ഫുട്ബോളിനും ഓരോ ഗെയിംസിനും ഓരോ കോർട്സ് വരെയാണ്. അപ്പം അതിന് വേറെ കോച്ചിങ്ങും കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓരോ ഗെയിംസിനും ഓരോ കോച്ചായിട്ട് തന്നെ വയ്ക്കാൻ ചാൻസ്, ഓരോ ട്രെയിനിങ് ക്യാമ്പ്സ് വരും. അപ്പോൾ ഫുട്ബോളിനാണെങ്കിൽ ഫുട്ബോൾ ക്യാമ്പ്, ഇപ്പോൾ സമ്മർ വെക്കേഷനും ക്യാമ്പുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലും ക്യാമ്പുണ്ട് നമുക്ക്. അപ്പം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം, കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ വേറെ ഗെയിംസും ട്രൈ ചെയ്യാം. അങ്ങനെ ഇപ്പം വേറെ കുറേ കോർട്ട് വരുന്നു, സ്വിമ്മിംഗ് പൂൾ വരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസും ചെയ്യാം. നമുക്ക് മിക്ക ഗെയിംസും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാലത്ത് നമ്മളിതൊക്കെ ഒരു സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. സ്വിമ്മിംഗ് പൂളൊക്കെ സ്കൂളിൽ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ഗെയിമിനും ഓരോ കോർട്ട് വരിക എന്നൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനൊക്കെ പോയിട്ടില്ലേ? ഉണ്ട്. ഞാനും 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ 9ാം ക്ലാസ് നമ്മൾ ഈ പറഞ്ഞ 8ാം ക്ലാസ്സിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 9ാം ക്ലാസ്സിൽ മെയിനായിട്ട് ഇറങ്ങുന്നത് ഒരു ഇൻ്റർ സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ സ്കൂളിൽ ഭാഗ്യവശാൽ ബെസ്റ്റ് പ്ലെയർ ഞാനായിരുന്നു. അങ്ങനെ അത് ഒരു മേജർ അച്ചീവ്മെൻറ്റ് തന്നെയാണ് എനിക്ക് പറയാനും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എൻ്റെ ഒരു സ്പോർട്സ് കരിയറിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 2 മാസം മുമ്പ് വളരെ ഡൗൺ ആയിട്ട് കളിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പം ഇവിടുത്തെ സമ്മർ ക്യാമ്പ് കാരണങ്ങൾ സാർ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം സമ്മർ ക്യാമ്പിന് വന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ അത്യാവശ്യം കളി ഇമ്പ്രൂവായി. ആ ഒരു ഇൻ്റർ സ്കൂളിൽ എനിക്ക് ബെസ്റ്റ് പ്ലെയർ ആകാൻ സാധിച്ചു. നമുക്ക് ചിന്മയെ തന്നെ ട്രോഫി കൊണ്ടുവരാൻ സാധിച്ചു. അതൊരു വലിയ പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു നമുക്ക് ഇൻ്റർ സ്കൂളും. പിന്നെ വേറെ നമുക്ക് അല്ലാതെ CBSE ICC ഇൻ്റർ സ്കൂളായിരുന്നു നമുക്ക് അന്നത്തെ കോമ്പറ്റീഷൻ. പിന്നെ എല്ലാം അസോസിയേഷൻ ഗെയിംസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ജൂനിയർ, സീനിയർ, അങ്ങനെ ഓരോ ഏജ് ഡിവിഷൻ വെച്ച് സെലക്ഷൻ, ഓരോ ഏജ് ഡിവിഷൻ വെച്ച് ടൂർണമെൻ്റ് ആയിരുന്നു. അത് നമ്മുടെ ഡിസ്ട്രിക്ട് ടീമിലും കേരള ടീമിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റുകളായിരുന്നു. ഇൻ്റർ സ്കൂളിൽ നമുക്ക് സെക്കൻഡ് ആയിരുന്നു ഹാൻഡ്ബോളിന്. പിന്നെ വേറെ ഡിസ്ട്രിക്ട് മാച്ചിലും സെക്കൻഡാണ്. ഇനി ഇപ്പോൾ ഈ മാസം അടുത്ത ഹാൻഡ്ബോൾ മാച്ച് വരും. പിന്നെ സിസാം കുറേ എല്ലാ ഗെയിംസും ഉണ്ടോ? എല്ലാ ഗെയിംസും അല്ല, അത്ലറ്റിക്സും ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട്, അത്ലറ്റിക്സ് ആണ് സിസാം. ഞാൻ അത്ലറ്റിക്സിനാണ്. അത്ലറ്റിക്സും ഉണ്ട്. അത്ലറ്റിക്സും ഇവിടെ ഇമ്പോർട്ടൻസ് നല്ലപോലെ കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നീ എത്ര ഗെയിംസ് മൊത്തം കളിക്കും? അത്ലറ്റിക്സും കൂടെ കൂട്ടി ഒരു 7-8. ഫുട്ബോൾ കളിക്കാറുണ്ട്? ഫുട്ബോൾ ടീമിലുണ്ടോ? ഫുട്ബോൾ ടീമുണ്ട് നമുക്ക്. അപ്പോൾ എത്ര ടീമിലുണ്ട് സ്കൂൾ ടീം മൊത്തം? എല്ലാ ടീമിനും ഉണ്ട് സ്കൂൾ ടീമിൽ. സ്കൂൾ ടീമില്ല ഒരു 8-9 ഗെയിംസ് നീ പറഞ്ഞല്ല.
അപ്പം അത്ലറ്റിക്സിന് ലോങ് ജമ്പിന് എല്ലാത്തിനും ഉണ്ട്. ഒരാൾ തന്നെ 9 ഗെയിമും ആ കളിക്കും. പിന്നെ ഇപ്പം വേറെ വേറെ സ്റ്റുഡൻസ് വരുന്നു, അപ്പോൾ അവർക്കും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ സിസാം എന്ന് പറഞ്ഞാൽ ഇൻ്റർ സ്കൂൾ, നമ്മുടെ സ്കൂൾ, അതിലും കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിന് നല്ല പ്രൈസ് കിട്ടുന്നുണ്ട്. ഇപ്പം ജൂനിയേഴ്സ് ആയാലും സബ് ജൂനിയർ ആയാലും. ഓക്കെ. സിസാം സബ് ജൂനിയർ ജൂനിയർ വൈസാണ്? ആ, ഏജ് വൈസാണ്. ഏജ് വൈസാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഓവറോൾ ട്രോഫീസ് ഉണ്ട്. അതിന് നമുക്ക് സബ് ജൂനിയർ മിനിയും നരുവമോളാണ് കിട്ടിയത്. ഓക്കെ. സിസാമിന്? ആ, സിസാമിന്. ഓക്കെ. പിന്നെ വേറെ വേറെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. ഓവറോൾ സബ് ജൂനിയറും മിനിയുമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ സമയത്ത് സിസാമില്ലായിരുന്നു? നമ്മുടെ സമയത്ത് സിസാം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അത്ലറ്റിക്സിൽ വലിയ ഒരു മുമ്പിലോട്ടല്ലായിരുന്നു. ഞാൻ അത്ലറ്റിക്സിൽ ഞാൻ ഹാൻഡ് ത്രോ ബോളും തന്നെയായിരുന്നു മെയിനായിട്ട്. എൻ്റെ ഇവൻ്റെ ഹാൻഡ് ത്രോ ബോളും ആയിരുന്നു. അത്ലറ്റിക്സ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ ഇവിടെ നമുക്ക് അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ അത്ലറ്റിക്സ് അത്ര ഇതല്ല. അന്ന് മെയിനായിട്ട് ഇന്നൊരു ഗെയിം ഹാൻഡ് ബോളും ത്രോ ബോളും തന്നെയായിരുന്നു സിനിമയിൽ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാത്ത ഗെയിംസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും നിങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ മിനി ഗോൾഫ് എന്ന് പറയുന്ന ഗെയിംസാണ് പുതിയതായിട്ട്. പിന്നെ ഫ്ലാഗ് ഫുട്ബോൾ കുറച്ച് ദിവസത്തെ ക്യാമ്പിലാണ് നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രം ടീമിൽ ഫസ്റ്റ് അടിക്കാൻ പറ്റി. അപ്പം സ്റ്റേറ്റ് നാഷണൽസ് കളിക്കാൻ എത്ര പേർക്ക് സെലക്ഷൻ കിട്ടി? നാഷണൽസ് ടീം 5 പേരാണ് കളിക്കുന്നത്. 5 പേർക്ക് സെലക്ഷൻ. 5 പേരിൽ എത്ര പേരായിരുന്നു ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത്? നമ്മുടെ സ്കൂൾ 5 പേര് നമ്മുടെ സ്കൂളിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എവിടെ വെച്ചായിരുന്നു നാഷണൽ? അത് ചെന്നൈയിൽ വെച്ചായിരുന്നു. നാഷണൽസ് ഒരു 3 ദിവസത്തെ നാഷണൽസ്. നമ്മൾ ക്വാർട്ടർ ഫൈനൽ വരെ പോയി. കേരള? ആ, കേരള. ഓക്കെ ഓക്കെ. ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു ഗെയിമായിരുന്നു. നല്ലപോലെ കളിക്കാനും പറ്റി. മെയിൻ ടീമിൽ തന്നെ ചാൻസ് കിട്ടി. നമ്മൾ ഫസ്റ്റ് പാലക്കാട് വെച്ചായിരുന്നു ഡിസ്ട്രിക്ട് മാച്ച്. അതിൽ നമുക്ക് തേർഡ് വന്നു. ട്രിവാൻഡ്രത്തിന് തേർഡ് വന്നു. അതിൽ നിന്നാണ് സെലക്ഷൻ കിട്ടി. കേരള ടീമിൽ എത്ര പേരാണ്? മൊത്തം ടീമിൽ നമുക്ക് ഒരു 4 പേർക്ക് കിട്ടി. ടെന്നീസ് ബോൾ ക്രിക്കറ്റ് മൊത്തം എത്ര പേരാണ്? 9 പേര്. 9 പേര്. സ്ക്വാഡിൽ 14 പേര്. 14 പേര്. ഓക്കെ. 14 പേരിൽ 5 പേര് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടി. ഓക്കെ ഓക്കെ. അവർ കളിക്കാനും പറ്റി. മെയിൻസിന് കളിക്കാനും പറ്റി. പിന്നെ ഉള്ളത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചോ നാഷണൽസ് പോയിട്ട്? പുതിയതായിട്ട് പഠിച്ച് ഇത് കൗണ്ടി ക്രിക്കറ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. നല്ലപോലെ ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. നാഷണൽസ് പോയതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. നിങ്ങൾക്ക് എങ്ങനെ നാഷണൽസ് എവിടെ വെച്ചിരുന്നു? ഞാൻ ഹാൻഡ്ബോളിനാണ് നാഷണൽസ് കളിക്കുന്നത്. 2023 നാഷണൽസ്. കോളേജ് കയറിയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴല്ലായിരുന്നു. കോളേജ് പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് നാഷണൽ സെലക്ഷൻ കിട്ടുന്നത്. ജാർഖണ്ഡ് വെച്ചായിരുന്നു നാഷണൽസ്. അപ്പം അതിനു മുമ്പ് സ്റ്റേറ്റ് നമ്മുടെ എറണാകുളം വെച്ചായിരുന്നു സ്റ്റേറ്റ്. ട്രിവാൻഡ്രത്തിന് പൊസിഷൻ വന്നില്ല, പക്ഷേ സെലക്ഷൻ കിട്ടാൻ പറ്റി. അങ്ങനെ നാഷണൽസ് ജാർഖണ്ഡ് വെച്ച് നടക്കുന്നു. നമുക്ക് 3 ദിവസത്തെ ടൂർണമെൻ്റ് ആയിരുന്നു ജാർഖണ്ഡ് വെച്ച്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കേരള ടീം ജയിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് 13th പൊസിഷനിൽ എന്തോ വന്നു കേരള ടീം. അപ്പം ഓവറോൾ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ടീം നോക്കുമ്പോഴായിരുന്നാലും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് മാത്രമായിരുന്നു വരാൻ പറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഗെയിം വിടാത്തതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ സാറ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഇപ്പോഴും ഇറങ്ങുന്നതുകൊണ്ടുള്ളതുകൊണ്ടാണ്. സാർ ഇപ്പോഴും ഇറങ്ങണം, കളിക്കണം എന്നുള്ളൊരു സാർ എപ്പോഴും പറയും. ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയാലും സാറ് ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയുള്ള എല്ലാവരെയും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറ്. അപ്പം ആ ഒരു കാരണവശാലും ഇപ്പോഴും എനിക്ക് അന്ന് നാഷണൽസ് കളിക്കാൻ പറ്റി. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നാഷണൽസ് പോയ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ക്യാമ്പ് എവിടെ വെച്ചായിരുന്നു? നമുക്ക് ക്യാമ്പ് ഇവിടെ ട്രിവാൻഡ്രം വെച്ച് തന്നെയായിരുന്നു. അപ്പം വേറെ നാഷണൽസ് പോയിട്ടുണ്ടോ? വേറെ നാഷണൽസ് പോയിട്ടില്ല. പിന്നെ സ്റ്റേറ്റ്സ് ആണോ? സ്റ്റേറ്റാണ് പോയിട്ടുള്ളത്. സ്റ്റേറ്റ് എത്ര പോയി? സ്റ്റേറ്റ് ത്രോ ബോളിന് 2 സ്റ്റേറ്റ് പോയിട്ടുണ്ട്. ഹാൻഡ് ബോളിന് 3 സ്റ്റേറ്റ് പോയി. ത്രോ ബോളിൽ ഒരു സ്റ്റേറ്റ് പോയത് ട്രിവാൻഡ്രം ടീം ക്യാപ്റ്റനായിരുന്നു. പിന്നെ ഹാൻഡ് ബോൾ മൊത്തം 3 സ്റ്റേറ്റ് പോയിട്ടുണ്ട്. 2 ജൂനിയറും 1 സബ് ജൂനിയറും സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. ചേട്ടനിപ്പം ഈ സ്പോർട്സ് പരമായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ മെമ്മറീസ് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എന്തൊക്കെയാണ് ലഭിച്ചതെന്നൊക്കെ എന്ത് പറയും? എന്ത് ലഭിച്ച് അല്ലെങ്കിൽ മെമ്മറീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ പറയുന്ന കണക്ക് നമുക്കിപ്പം സ്പോർട്സിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ സ്പോർട്സിൽ നിന്ന് മെയിനായിട്ട് ഉള്ളത് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ നല്ലോണം ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്ഥിരം സ്പോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ.
പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഓരോ ടീമിലും കളിക്കാൻ പോകുമ്പം ഇപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്ന പ്ലേയേഴ്സ്, നമ്മൾ പുതിയതായിട്ട് കാണുന്ന പ്ലേയേഴ്സ്, അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, അവരുമായിട്ട് ട്രാവൽ ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നാഷണൽ കളിക്കാൻ പോകുന്ന ഓരോ സംസ്ഥാനത്തോട് ട്രാവൽ ചെയ്യുന്നതും അവരുമായിട്ട് ഇപ്പം കാണാത്തൊരു കുറച്ച് പേരുമായിട്ട് ട്രാവൽ ചെയ്യുന്നതൊക്കെ ഒരു ലൈക്ക് എൻ്റെ ലൈഫിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറേ ഫ്രണ്ട്ഷിപ്പ്, കുറേ കണക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് കിട്ടും. എനിക്ക് പെട്ടെന്ന് മെമ്മറീസ് ഇങ്ങനെ പറയാൻ പറ്റിയ, ഫസ്റ്റ് ജൂനിയർ ഫ്ലാഗ് ഫുട്ബോൾ പോയതിൽ ഫൈനലിൽ തോക്കേണ്ടി വന്നു. കോട്ടയത്തിൻ്റെ കൂടെയാണ് തോറ്റത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സാറും ഞാൻ എല്ലാവരും കൂടെ സപ്പോർട്ട്, ഈ മോട്ടിവേഷൻ തന്നപ്പോൾ നല്ല ഹാർഡ് വർക്കിംഗ് നമ്മൾ ചെയ്തു. നമ്മൾ ടീം എല്ലാവരും നല്ലപോലെ കളിക്കാനും പറ്റി. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രൗണ്ടിൽ കാണിക്കാനും പറ്റി. നമുക്ക് അടുത്ത ഈ കഴിഞ്ഞ ജൂനിയറിൽ നമുക്ക് ഫസ്റ്റ് അടിക്കാനും പറ്റി. അപ്പം സാറിൻ്റെയും എല്ലാവരെയും ഒരു മോട്ടിവേഷനിലും നമ്മൾ ഹാർഡ് വർക്കിലും നമുക്ക് ആ ഫസ്റ്റ് അടിക്കാൻ പറ്റി. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ കാര്യം. എനിക്കിപ്പോൾ വേറെ ഓർമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സീനിയർ കളിച്ചപ്പോൾ നമ്മൾ സബ് ജൂനിയർ ആയിരുന്നു. അപ്പം നിങ്ങൾ ഇൻ്റർ സ്കൂളിൽ ഫസ്റ്റ് അടിച്ച് നമുക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്കൊരു വിഷമവും സന്തോഷവും. പക്ഷെ നിങ്ങളെ ആ ഫസ്റ്റ് അടിച്ചതിൻ്റെ മോട്ടിവേഷനിൽ നമുക്ക് പിന്നെ വന്ന് ഇൻ്റർ സ്കൂളിൽ കളിക്കാനും നല്ലപോലെ പെർഫോം ചെയ്യാനും പറ്റി. നമ്മൾ സെക്കൻഡ് വരെ പോയി. ഇനി വരുന്നതിൽ നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റും. അങ്ങനത്തെ പ്രാക്ടീസ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത് വരുന്ന ഹാൻഡ്ബോൾ അസോസിയേഷൻ മാച്ചായാലും എന്ത് മാച്ചായാലും നമുക്ക് പ്രൈസ് അടിക്കാൻ പറ്റും, ഫസ്റ്റ് അടിക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, ഹാർഡ് വർക്കും ചെയ്യുന്നത്. ഹാർഡ് വർക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് നമ്മൾ സാറ് പ്രാക്ടീസ് മാച്ചിനൊക്കെ പുറത്ത് കൊണ്ടുപോയിരുന്നു. ഇവിടെ മാത്രമല്ല, നമുക്ക് പുറത്തുള്ള ടീംസുമായിട്ടും സാറ് പ്രാക്ടീസ് മാച്ച് ചെയ്യിക്കാനുള്ള അവസരം തരുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തോ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കാൻ പോകുന്ന നേമം സ്കൂളിൻ്റെ കൂടെയാണ്, നേമം ഹാൻഡ്ബോൾ ടീമിൻ്റെ കൂടെയാണ്. കാരണം ഈ ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല ലൈക്ക് ഹാൻഡ്ബോൾ ടീം എന്ന് പറയാനായിട്ട് നേമം സ്കൂളായിരുന്നു. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പ്രാക്ടീസ് മാച്ച് കളിക്കാൻ പോകുന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരുമായിട്ട് നമ്മൾ 1-24 എന്തോ ആണ് തോക്കുന്നത്. അപ്പം ആ ഒരു എന്താ നാണം കെട്ട തോൽവിക്ക് ശേഷം നമ്മൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അതിനുശേഷം നമ്മൾ ഒത്തിരി സാറ് തന്ന മോട്ടിവേഷൻ ആയാലും, നമ്മളിട്ട് ഹാർഡ് വർക്ക് ആയിരുന്നു, അല്ലാത്ത ടീച്ചേഴ്സ് തന്ന മോട്ടിവേഷൻ ആയാലും, അത് കാരണം ആ ഒരു തോൽവി കാരണമാണ് നമുക്ക് എന്നാ പറയുക, ഞാൻ ഇപ്പോഴും പറയുന്നത് ആ കരിയറിൽ ആ ഒരു തോൽവി കാരണം കുറേ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു നമ്മുടെ ടീമിലുള്ള പ്ലേയേഴ്സിനായിരുന്നു, എൻ്റെ സ്കൂൾ ടീമിലെ പ്ലേയേഴ്സിനായിരുന്നു. ആ ഒരു എന്നാ പറയുക, ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വന്നതിന് ശേഷം അടുത്തൊരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു 3-4 മാസത്തിന് ശേഷം ഒരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇവിടെ തട്ടത്തിന്മല എന്ന് പറയുന്നൊരു സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടായിരുന്നു നമുക്ക് സെമി കളിക്കാൻ വന്നിരുന്നത്. അപ്പം ആരും വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു കളി വെച്ച് നമ്മൾ ഒരിക്കലും എന്നാ പറയുക ഫൈനലിൽ എത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു. നമ്മൾ ആ ടൂർണമെൻറ്റ് നമ്മൾ സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ, എല്ലാ സ്കൂളും തമ്മിലുള്ള ഒരു കളിയിൽ. അപ്പം ഒരിക്കലും സെക്കൻഡ് വരുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മൾ ആ തട്ടത്തിന്മല ടീമിനെ നമ്മൾ തോപ്പിച്ചു. നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു 4 മാസത്തെ ഹാർഡ് വർക്കും സാറിൻ്റെ സപ്പോർട്ടൊക്കെ കാരണം എന്നാ പറയുക, നമുക്കവരെ ആ ഒരു സ്പിരിറ്റായിരുന്നു നമുക്ക് മെയിനായിട്ട് ആ കളിയിലുണ്ടായിരുന്നത്. ആ സ്പിരിറ്റ് കാരണം നമുക്ക് അവരെ തോപ്പിക്കാൻ പറ്റി. പിന്നെ ഫൈനൽ നിയമത്തിലൂടെ ആയിരുന്നു നമ്മൾ തോറ്റെങ്കിലും അവരുമായിട്ടും ഒരു എന്നാ പറയുക, ഒരു ബെറ്റർ പ്ലേ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാ പറയുക, അന്ന് സ്കോർ അത്യാവശ്യം നല്ല ടൈറ്റ് സ്കോറായിരുന്നു നിയമത്തിനായിട്ട് കളിച്ചപ്പോഴത്തേക്ക്. പക്ഷേ പ്രാക്ടീസ് മാച്ചിന് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു മെമ്മറി ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല സ്കൂളിലും സ്റ്റഡീസും സ്പോർട്സും കൂടെ കൊണ്ടുപോകുന്നൊരു പാടാണ്. കാരണം ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ആയാലും +2 സ്റ്റുഡൻസിന് ഭയങ്കര പ്രഷറുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്കിപ്പം? ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ +2 പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇപ്പോൾ സ്പോർട്സിനായാലും വേറെ എന്ത് ആക്ടിവിറ്റി ആയാലും ടീച്ചേഴ്സ്മാരും സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ നല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രാക്ടീസിന് പോകണമെങ്കിൽ ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തായിരിക്കും. അപ്പോൾ അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കപ്പായി വരാൻ വേണ്ടി ടീച്ചേഴ്സ്മാർ ഹെൽപ്പ് ചെയ്യും. പിന്നെ സാർ നല്ല മോട്ടിവേഷൻ തരുന്നതുകൊണ്ട് നമുക്ക് കളിക്കാനും പറ്റും. പക്ഷേ ക്ലാസ് കട്ട് ചെയ്താലും നമുക്ക് ടീച്ചേഴ്സ്മാർ ക്യാച്ചപ്പ് ചെയ്യാൻ പറഞ്ഞു തരും, എല്ലാ കാര്യവും ചെയ്യുന്നത്. വേറെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ +2 ആയാലും 10th ആയാലും ഇങ്ങനെ പ്രഷർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇല്ല, നമുക്ക് എല്ലാത്തിനും ഫ്രീ ആയിട്ട് പോകാനും ഒക്കെ പറ്റും. ടീച്ചർമാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം, സാറിൻ്റെ അല്ല ടീച്ചർമാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. ഓക്കെ. നമ്മളുണ്ടായിരുന്ന ടൈമിൽ ഇങ്ങനെ സ്കൂൾ എലക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എലക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതെന്താണ് സംഭവം? എലക്ഷൻസ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഹെഡ് ബോയ് ഒരു മെയിനായിട്ട് വരെയാണ് സ്കൂൾസിൽ. നമുക്ക് ഇപ്പോൾ സ്കൂളിൽ മെയിനായിട്ട് ഹെഡ് ബോയ് വരെയാണ്.
ഹെഡ് ബോയ് ആര് ഒരു പറഞ്ഞു കൗൺസിൽ തന്നെ ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് കൗൺസിലുണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് ഓരോ കൗൺസിലിനും ഓരോ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ സ്പോർട്സ് ക്യാപ്റ്റനാണ്. അപ്പം ഈ സ്പോർട്സ് ക്യാപ്റ്റനും അങ്ങനെ മ്യൂസിക്കിനും ആർട്ടിനും എല്ലാത്തിനും ഉണ്ട്. അപ്പം മ്യൂസിക്കിനും ഓരോ ക്യാപ്റ്റൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ ആർട്ടായാലും സ്പോർട്സ് ആയാലും മ്യൂസിക് ആയാലും എല്ലാത്തിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം എല്ലാ ടീച്ചേഴ്സ്മാരും ആർട്ട് ടീച്ചറായാലും മ്യൂസിക് ടീച്ചറായാലും അവർ അതിൻ്റെ രീതിയിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. നല്ലപോലെ പിള്ളേരെയൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് കുറേ കാര്യങ്ങളും അപ്പം നമുക്ക് വേറെ എക്സ്പീരിയൻസ്. ഇപ്പോൾ സ്പോർട്സ് മാത്രമല്ല, ആർട്ടായാലും മ്യൂസിക് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് അതിലോട്ട് മൂവ് ചെയ്യാം. പിന്നെ ഞാൻ ക്യാപ്റ്റനാണ്, സ്പോർട്സ് ക്യാപ്റ്റനാണ്. അപ്പോൾ എനിക്ക് സ്പോർട്സിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ റോൾസാണ് വരാറുള്ളത്? സ്പോർട്സ് ക്യാപ്റ്റനായിട്ട് നമുക്ക് സ്പോർട്സ് ഡേ കോർഡിനേറ്റ് ചെയ്യാം. അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആയിട്ട് ബന്ധമുള്ള നമുക്ക് ഇപ്പം ചോദിക്കാം, സ്റ്റുഡൻസിനോട് ചോദിക്കാം നമുക്ക് എന്താണ് സ്പോർട്സ് പരമായിട്ട് എന്ത് വേണം. അപ്പോൾ അവർ ഇങ്ങനെ പറയും സ്പോർട്സിലാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് വേണമെന്ന് പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞു നടത്താൻ ശ്രമിക്കുക. അങ്ങനത്തെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ മോട്ടിവേഷൻ കൊടുത്ത് അങ്ങനെ നടത്താനാണ് എൻ്റെ ഇപ്പം ഇനി ഉടനെ സ്പോർട്സ് ഡേ വരുന്നതാണ്. അപ്പോൾ അത് ഗ്രാൻഡായിട്ട് നടത്താനാണ് ഒരു പ്ലാൻ. അപ്പം ഇപ്പോൾ ഇന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ സ്കൂളൊക്കെ ഒരു 4 വർഷത്തിന് ശേഷം വന്ന് കാണാൻ പറ്റി. കാരണം സ്കൂളുകളൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇവിടെ ഫെസിലിറ്റീസ് ആയാലും ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ പഠിച്ച സമയത്തിനേക്കാളും ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു, കാരണം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. പിന്നെ എന്നാ നമ്മളെക്കാളിലും അച്ചീവ്മെൻറ്റ്സ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. ചിന്മയവിദ്യയിലെ നരുവാമൂടിനെ പ്രൗഡാക്കി എപ്പോഴും നിർത്തണം. അത് തന്നെയായിരുന്നു നമ്മുടെ ഗോളും. അത് നിങ്ങൾ താഴോട്ട് കൊണ്ടുപോകാതെ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ഇനി നമ്മളെ ജൂനിയേഴ്സ് ആയാലും അവരും അതിനു വേണ്ടിയുള്ള എല്ലാം സാറും എല്ലാ ടീച്ചേഴ്സ്മാരും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് മാത്രമല്ല വേറെ ആയാലും അങ്ങനെ തന്നെ.